അതെ, എന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞായിരുന്നേ. കൺഗ്രാറ്റ്സ്. ഇന്നലെ രാത്രി എന്റെ ആദ്യ രാത്രിയായിരുന്നു. എടാ അണ്ണാ, ഇത് അത് പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. കണ്ടവന്റെ ആദ്യ രാത്രിയൊക്കെ എന്ത് രസം. അത് നീ ഒരു കല്യാണം കഴിച്ചിട്ട് നിന്റെ ആദ്യ രാത്രി എന്നോട് പറഞ്ഞു, അപ്പൊ ഞാൻ എന്റെ ആദ്യ രാത്രി നിന്നോട് പറഞ്ഞു. ഞങ്ങളും കേൾക്കാം. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്റെ ആദ്യ രാത്രി നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞോളാം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിന്നെ കല്യാണം കഴിപ്പിച്ചത് എന്നെ വിളിക്കാനല്ല, മനസ്സിലായല്ല? ചുമ്മാ എന്നെ വിളിക്കണതിനാണ്. കറക്റ്റ് ആളാ. ഞാൻ ഇപ്പം വിളിച്ചു പോവേണ്ട അവസ്ഥയിൽ നിൽക്കുവാണ്. നീ മനസ്സിലാക്കണം, എന്റെ ആദ്യ രാത്രി സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയാവോ? പെട്ടെന്ന് കയറി പറയല്ലേ, ഇതിനൊക്കെ ഒരു മൂഡ് വരണം. ഒരു കുപ്പി എടുക്കണം, എന്നിട്ട് ആറ്റിന്റെ കരയിൽ പോയി ഇരിക്കണം, എന്നിട്ട് പച്ചത്തില് ഇങ്ങനെ തഞ്ചത്തില് അങ്ങ് പറയണം. അതല്ലേ നമ്മുടെ ക്ലബിന്റെ രീതി. അടിവയറ്റല്ലേ ഇടി ഇടിച്ച് കയറ്റി തന്നുണ്ടല്ലോ. എടാ, നീ ഉദ്ദേശിക്കണ സംഭവം അല്ലത്. പിന്നെ എടാ, എന്റെ ഭാര്യയില്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒരു സ്ത്രീ അല്ല. കഷ്ടായി അല്ലേ? അതായത് ഞാൻ ഇന്നലെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ രാത്രിയാണല്ലോ, അവൾ ഒരു ഗ്ലാസ് പാലുമായിട്ട് വന്നു. തരുമല്ലോ. എന്നിട്ട് എന്റെ കയ്യിലോട്ട് ഇങ്ങനെ നീട്ടി. തരുമല്ലോ. ഞാനത് മേടിച്ചു. നല്ല ചൂടായതുകൊണ്ട് ഞാൻ മേശപ്പുറത്തോട്ട് വെച്ചു. പെട്ടെന്ന് പറയാളിയാ, പെട്ടെന്ന് പറയാളിയാ. എന്നിട്ട് അവൾ എന്നോട് പറയുക, എന്നോട് പറ ഐ ലവ് യു എന്ന്. നല്ല കാര്യമില്ലേ? എന്റെ ഭാര്യ എടുത്ത് ഐ ലവ് പറയണത് നല്ല കാര്യമില്ല. പറയാളിയാ. എന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ അപ്പൊ അവിടെ പറയാ, ഇതെന്താന്ന് ഐ ലവ് യു ഇങ്ങനെയാണോ വേറെ ഐ ലവ് യു പറയാൻ? നീ വേറെ പറഞ്ഞു. എന്നിട്ട് വന്ദന സിനിമയിലുണ്ടല്ലോ, മോഹൻലാൽ ഗാഥയെ കൊണ്ട് പറയിപ്പിക്കുന്ന കണക്ക് അവൾ എന്നെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ചടാ. അയ്യപ്പറ, നാട്ടുകാര് കേക്കും. ഇന്നലെ രാത്രി നാട്ടുകാർ മൊത്തം കേട്ട് അവര് വീട്ടിൽ വരികയും ചെയ്ത് നാണം കെടുകയും ചെയ്തു. എന്തിനാണ് ഇങ്ങനെ നിന്നെ കൊണ്ട് പറയിച്ചത്? അത് മനസ്സിലായില്ല. നിനക്ക് സംഭവം ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ, എന്റെ ഭാര്യയില്ലേ, അവള് ഭയങ്കര മോഹൻലാൽ ഫാനാ. ഓ, മോഹൻലാലിന്റെ ആരാധിക. അങ്ങനെ പോരാത്തതിന് അവിടെ മുതുകത്ത് മോഹൻലാൽ എന്ന് പച്ച കുത്തി വെച്ചിട്ടുണ്ട്. അല്ല, നീ പെണ്ണ് കാണാൻ ഇപ്പൊ കണ്ടില്ലായിരുന്ന? പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോ പെണ്ണിനെ തിരിച്ചു നിർത്തിട്ട് മുതുകത്തെ മോഹൻലാൽ നോക്കാൻ ചെന്നാ എന്റെ പേര് പത്രത്തിൽ വന്നേ. അതൊക്കെ പോട്ട് ഞാൻ ക്ഷമിച്ച്. ഒരു 10-12 മണിയാകുമ്പം അവള് കട്ടിലിൽ കയറി കമന്നങ്ങ് കിടന്നു. എന്നിട്ട് എന്നോട് പറയാ, അടുക്കളയിൽ പോയി എണ്ണ എടുത്തോണ്ട് വെച്ച് ഉത്തരത്തി ഒരു കയറും കെട്ടിട്ട് ഇങ്ങനെ അടുക്കളയിൽ പോയി എണ്ണ കയറ് കെട്ടി ഇങ്ങനെ നിൽക്കാൻ, അതൊക്കെ എന്തൊരു സ്റ്റൈലടേ. നീ ചിന്തിച്ച് അതിലോട്ട് പോലെ എന്റെ അവസ്ഥ മനസ്സിലാക്കി നീ പെരുമാറും. മനസ്സിലാവത്തുണ്ടോ? എന്നിട്ട് അവള് മൊബൈൽ എടുത്തിട്ടേ ഏഴിമല പൂഞ്ചോല എന്ന് പറഞ്ഞൊരു പാട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അവള് സ്ഫടികത്തിലെ ആടുതോമയും ഞാൻ സിൽക്ക് സ്മിതയുടെ കയറി പിടിച്ചു നിർത്തി എന്നെ കൊണ്ട് വെളുക്ക തടവിപ്പിച്ചടാ. ഇങ്ങനെ നിർത്തി തടവിപ്പിച്ചെങ്കിൽ എന്ത്? ഇങ്ങനെ നിർത്തി എന്നെ കൊണ്ട് തടവിപ്പിച്ച ഈ മാട്ടപ്പൊക്കളും കാണിച്ചോണ്ടാ. അയ്യോ, പട്ടി അടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഈ മാട്ടപ്പൊക്കളും ഞാൻ കാണിച്ചു കൊടുത്തില്ല. അതും കാണിച്ചില്ല. രാത്രി മുഴുവൻ നിന്ന് ഞാൻ തടവി അറിയാമോ. എന്നിട്ട് അവളിപ്പോ എവിടെ? അയ്യോ, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. ഇലാമാ പൊടൊന്നും പറഞ്ഞ് അച്ഛന് റബ്ബറും അരച്ചു കൊടുത്തു. അങ്ങനെ അരം നിന്നോണ്ട് എവിടെ അമ്മ ഈ വീട്ടിലില്ല. എന്റെ വീട് കുട്ടിച്ചോറായത്. ആടുതോമെന്നും പറഞ്ഞ് ഇവിടെ എവിടെയോ ഉണ്ട്. വരുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെടാം. ഇവിടെ എവിടെയോ മുട്ടനാടിന്റെ ചന്തിയിലെ ചോര, അല്ല മുട്ടനാടിന്റെ ചെങ്കിലെ ചോര. അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്റെ ജീവൻ ടോൺ. നല്ല റേബാൻ ഗ്ലാസ്. എന്റെ പൊന്നേ, എന്റെ പുതുപുത്തൻ റേബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ഭീഷണിയാണോ? എന്റെ ഭീഷണി ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ പോലെ സ്ഥലം മാറ്റി കളയുന്നൊന്നുമല്ല, കൊന്നുകളയും. പുതിയ ആളായതുകൊണ്ടാ, ചോദിച്ചു നോക്ക്. നമുക്കൊരു ഓരോന്ന് വലിച്ചാലോ? ഓരോ സിഗരറ്റ് വലിക്കണം, നല്ലതാണ്. എന്നെ അറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇവളെ അച്ഛനെ വിളിച്ചോണ്ട് അയാള് വരട്ടെ. ഇന്ന് രണ്ടിലൊന്നും എനിക്ക് അറിയാം. വരണ എന്തിനു വിഷയം? മക്കളെ എന്തിനു മക്കളെ വിഷയം? മക്കളെ പറമ്പിലെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭാര്യ വിളിച്ച് പറഞ്ഞത്, മുകുന്ദേട്ട സുമിത്രയുടെ ഭർത്താവ് വിളിക്കണമെന്ന്. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല, റൺ ബേബി റൺ വെച്ചു കൊടുത്ത് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തെന്ന്. നേരെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറി വാമനപുരം ബസ് റൂട്ടിൽ വന്ന് ബസ്സിൽ കയറി. ബസ്സിന്റെ സൈഡ് സീറ്റിലിരുന്ന്
എന്നിട്ട് നാടോടി കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബസ്സിനകത്ത് ഭയങ്കര ഒരു ബഹളം. എന്ത് യാതൊരു വേട്ടവളിയും ബസ്സിനകത്ത് സാഗർ ഏരിയാസ് ജാക്കി എന്ന്. അപ്പൊ സാഗർ ഏരിയാസ് ജാക്കി എന്ന് പറഞ്ഞ് ബഹളം വെക്കണമെന്ന്. പിന്നെ ബസ് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് ചെന്നപ്പോ അവിടെ ഭയങ്കര ബഹളം. അതെന്താ? അത് നെയ്യാറ്റിങ്കര ഗോവന്റെ ആറാട്ട് പോവായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് വന്ന ഒരു ഓട്ടോയായി ഓട്ടോ കൈയാണ് ചേർത്തിട്ട് വീണ്ടും കോളനി വഴിയല്ലേ വന്നത്. മക്കളെ ഇത് പിടി. മാമ്പഴ കാലമല്ലേ, കുറച്ച് കിളിച്ചുണ്ട മാമ്പഴ, പിന്നെ റെഡ് പീസും ഉണ്ട്. നടന്ന് തളർന്ന് മക്കളെ കുറച്ച് കാലാപനി കിട്ടുമോ? കാലാപാനിയാ? ഇത് പ്രോഡക്റ്റിന്റെ കുഴപ്പമല്ല, കമ്പനിയുടെ കുഴപ്പമാണ്. അതെ, അവന്റെ കൂട്ടുകാരനാണ് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകളെ ഇവിടെ കെട്ടിച്ചു വിടുന്നതിന് മുന്നേ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു? തൂവാലത്തുമ്പി പോലത്തെ പെണ്ണിനെ ഞാൻ വലിയ വരവേൽപ്പൂടിയാണ് ഈ വീടോട് കെട്ടിച്ചു വിട്ടത്. നിങ്ങളെ തൂവാലത്തുമ്പി ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഈ വീട്ടില് താണ്ഡവമായിരുന്നു, താണ്ഡവം. അവള് വല്ല വാനപ്രസ്ഥം കാണിച്ചാ മക്കളെ? ആനപ്രസ്ഥം മാത്രമല്ല, മഴ പെയ്യുന്നു മത്തളം കൊട്ടലും വരെ കാണിച്ചവളാ. വീട്ടിൽ ഇതുപോലത്തെ പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വിട്ടത്, അല്ല കെട്ടിച്ചു വിട്ടത്. മക്കളെ സത്യം പറയാല്ല, ഇടയ്ക്കിടയ്ക്ക് പരാക്രമം നടത്തോളൂ. പിന്നെ ഒരു ദിവസം ഒരു കോമ്പസും കൊണ്ട് ഇറങ്ങി ഓടി അപ്പുറത്തെ രവിയുടെ മോന്റെ വീട്ടില്. എന്നിട്ട് അവനെ വിളിച്ചിറക്കി അവന്റെ കയ്യിൽ കോമ്പസ് ഒരൊറ്റ കുത്ത്. എന്നിട്ട് അവനടുത്ത് പറയണം, ചാക്കോ മാഷ് എന്റെ അച്ഛനല്ല നിന്റെ അച്ഛനാണെന്ന്. അന്ന് ആ രവി നാട് വിട്ടു പോകാണ്, ഇവരോ തിരിച്ചു വന്നിട്ടില്ല. പിന്നെ ഇന്നലെ വരെ ആ രവിയുടെ മോന് ഞാൻ ചെലവിന് കൊടുക്കണത്. നാട്ടുകാര് പറഞ്ഞ് ഏതാണ്ട് എന്റെ ചായ കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മക്കളെ വേറെ കാര്യം, എന്നെ അച്ഛൻ തന്നെ അവളെ വിളിക്കുന്നത്. എന്നെ വിളിക്കണതെന്ന് അറിയാവോ? ബ്രോഡാഡിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ഇവന്റെ ജീവിതം താറുമാറായി നിൽക്കുകയാണ്. അച്ഛൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. ഉപദേശിക്കണം. ഇന്നൊരു തീരുമാനം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. സമാധി ഈ മാമയുടെ തരാം. ഇങ്ങോട്ടിറങ്ങി വാടി. പ്രോഡാഡി, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എടി വീട്ടിൽ കിടന്ന് കാണിക്കും പോലെ പോക്കത്രം ഇവിടെ കിടന്ന് കാണിക്കുമല്ലേടി? എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചേറ്റേ, താൻ ആരാടോ? നാട്ടുരാജാവോ? എടോ തന്റെ തക്കട തരികട പരിപാടികളൊക്കെ നടക്കും, അത് ഇവിടെയല്ല, അങ്ങ് വീട്ടില് എന്റെ അമ്മയുടെ അടുത്ത്. എന്നെ ഇവിടെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാനും എനിക്കറിയാം. അതെങ്ങനെ? കൊടിയേറ്റ് നടത്താൻ അറിയാമെങ്കിൽ ഉത്സവം നടത്തൂ ഈ ജഗന്നാഥൻ. മക്കളെ എന്റെ കൈ നിൽക്കും തോന്നില്ല. നിന്ന് ജഗതി കളിക്കണ കള്ളക്കളവാ. ഇപ്പൊ ഇറങ്ങിക്കൂടെ ഈ പെണ്ണിനെ വിളിച്ചോണ്ട് എന്നെ ടെറർ ചെയ്യുന്നു. എടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എങ്ങനെ? എടി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന്. എങ്ങനെ 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 എങ്ങനെ? അച്ഛനോടെ മോളോടെ ഞാൻ ഒരു കാര്യം പറയാം. തിന്താന്തരോ ഈ വീട്ടിൽ പാടാൻ പോലുള്ള റൈറ്റ്സ് ഇല്ല. അപ്പോഴാണ് ഇവിടെ കിടന്ന് പാടുന്നത്. ഇനി ഇവിടെ കിടന്ന് അലമ്പ് കാണിച്ചാ ഞാൻ ഈ കത്തിയോട്ട് കുത്തിച്ചാവും. മക്കളെ മക്കളെ കത്തിതായറാ, മക്കളെ കത്തിതായറാ. ഇല്ല അമ്മായി അച്ഛനാ പറയുന്നത് കത്തിതായറാ. എന്റെ ജീവിതം തകർത്തു. എനിക്കിനി ജീവിക്കണം. ഒന്നുകിൽ എവള് അല്ലെങ്കിൽ ഞാൻ, രണ്ടുപേരും കൂടെ ഈ വീട്ടിൽ നടക്കൂല. എല്ലാത്തിനും ഞാൻ പച്ചക്ക് കത്തിക്കും. മക്കളെ മക്കളെ അഭിനൊന്നും കാണിക്കരുത്. ഇവിടെ പ്രശ്നമൊന്നും കാണിക്കരുത്, പരിഹാരം ഉണ്ടാക്കാം. എടീ നീ ഒറ്റ ഒരുത്തേ കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്താ മോനെ? നോയിക്കോ മക്കളെ, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ. വാ എടാ ഒന്ന് വിളിയടാ. മോഹന, മോഹന ഇറങ്ങി വാടാ. മോഹന. ആരാ ആരാ? മനസ്സിലായില്ല, ആരാ? കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും. വല്ല ആവശ്യം ഉണ്ടായിരുന്ന എന്നാ നീ മോഹൻലാലായ? ഞാൻ ഇവളോടെ ജീവിക്കാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിൽ അകത്ത് നിന്നിട്ട് ഞാൻ ഗൾഫിലുള്ള എന്റെ മാമനെ വിളിച്ച്, മാമ എന്റെ ഭാര്യ ഭയങ്കര മോഹൻലാൽ ഫാൻസ് ആണ്, എനിക്ക് അവളോടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മാമൻ പറഞ്ഞു നല്ലതല്ലേന്ന്. മോഹൻലാൽ ഫാൻ ആണെങ്കിൽ നീ ധൈര്യമായിട്ട് അവളോട് ജീവിച്ചോ, അവളെ നിന്നെ പൊന്നുവല്ല നോക്കുന്നു. അതുകൊണ്ട് ഞാനും ഒന്നും നോക്കില്ല. ഇവളോടെ ജീവിക്കണമെങ്കിൽ ഇതേ ഉള്ളു പടി, കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ. അപ്പോ ഞങ്ങൾ സന്തുഷ്ടരാണ്. അപ്പൊ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയി. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ന് എപ്പോഴും നിങ്ങളുടെ ജീവിതം തുടരും.